പ്രകാശിക്കേണ്ടത് അതും കർത്താവ് ചെയ്യണം. യഹൂദന്മാർ ആലയത്തിൽ ചെയ്യേണ്ടിയിരുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് സ്വന്തം ജീവിതത്തിൽ ചെയ്ത ശേഷമാണ് കർത്താവ് ഈ ആലയത്തിനകത്തോട്ട് കടന്നു വന്നിട്ട് ആലയത്തിനകത്തുള്ള അവർ വാണിജ്യ കേന്ദ്രമാക്കി അന്യജാതിക്കാർക്ക് പ്രാർത്ഥിക്കാൻ ദൈവം കൊടുത്തിരുന്ന സ്ഥലത്തെ കംപ്ലീറ്റ് ആയിട്ട് അവർ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ അവരെ കർത്താവ് ശകാരിക്കുന്നതും കർത്താവ് അവരെ പണി ചെയ്യുന്നതും കർത്താവ് അവരെ എന്താ പറയുക അഡ്മോണിഷ് ചെയ്യണം, വഴക്ക് പറയണം. നിങ്ങളിതിനെ ഒരു വാണിജ്യ കേന്ദ്രമാക്കി തീർത്തു. അപ്പോൾ ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവർ വളരെ ഹോളിനെസ്സിൽ ജീവിക്കുകയും ഹോളിനെസ്സിൽ നിന്ന് ഇച്ചിരിയെങ്കിലും മാറുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കുറ്റം കണ്ടുപിടിച്ചിട്ട് അവരെ സ്ക്രോളിൽ നിന്ന് മാറ്റിയിട്ട് ഇനി നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാവില്ല, ഞങ്ങളുടെ യഹൂദന്മാരുടെ പാരമ്പര്യത്തിലുള്ളവരല്ല, നിങ്ങൾ ഞങ്ങളുടെ അംഗങ്ങളല്ല എന്ന് പറഞ്ഞ് പുറത്താക്കിയാൽ ദൈവം ഒരുപാട് സന്തോഷിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചവരുടെ യഹൂദന്മാരുടെ ആലയത്തിലേക്ക് തിരിച്ചു വരും. കർത്താവോട് പറഞ്ഞു, കർത്താവ് ദൈവം ആഗ്രഹിക്കുന്നത് കരുണയും സ്നേഹവും ആർദ്രതയാണ്. നിങ്ങൾ എന്തുവാണോ കാണിക്കുന്നത്? ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് പകരം ദൈവത്തിൽ നിന്ന് അകറ്റാണ്. ഒരു ചുങ്കക്കാരൻ ഒരു റോമക്കാരൻ്റെ കൂടെ പോയി ഭക്ഷണം കഴിച്ചതുകൊണ്ട് അവൻ വിഗ്രഹത്തെ നമസ്കരിച്ചതിന് തുല്യമാകുമോ? ഇല്ലല്ലോ. പക്ഷെ ഇവർ വിഗ്രഹത്തെ നമസ്കരിക്കരുത്, അന്യദേവരെ ആരാധിക്കരുത് എന്ന് പറയുന്ന ആദ്യത്തെ 2 കൽപ്പനകളെ വലിച്ചു നീട്ടി ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ അങ്ങനെ പോയി ഒരു റോമക്കാരൻ്റെ കൂടെ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ചുങ്കക്കാരൻ പോകുന്നത്. പോയി കുറച്ച് ഭക്ഷണം കഴിച്ചാൽ തന്നെ അവൻ പിന്നെ മെമ്പർഷിപ്പ് ഇല്ലാത്തവനായി, അവൻ പിന്നെ സിനഗോഗിൽ വരണ്ട, അവൻ പിന്നെ ആലയത്തിൽ തന്നെ പേര് രജിസ്ട്രി ഇല്ലാത്തവനായി, അവന് ഇസ്രായേൽ പൗരത്വം പോലും ഇല്ലാതായി. ഇനി അവന് വരാനിരിക്കുന്ന രാജ്യത്തിൽ, കർത്താവിൻ്റെ രാജ്യത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. അതേ രീതിയിലാണ് ശബത്ത് ഏതെങ്കിലും രീതിയിൽ ചെറിയ ചെറിയ രീതിയിൽ ആരെങ്കിലും ശബത്തിലെ കാര്യങ്ങൾ ലംഘിച്ചാൽ ശരിക്കും അവർ ലംഘിക്കുകയല്ല. കർത്താവായ യേശുക്രിസ്തു സൗഖ്യം കൊടുക്കുമ്പോൾ കർത്താവ് ശബത്ത് പാലിക്കുകയാണ് ചെയ്യുന്നത്. സ്വസ്ഥത കൊടുക്കാനാണ് ശബത്ത്. കർത്താവിൻ്റെ ശിഷ്യന്മാർ കുറച്ച് ഗ്രെയിൻ എടുത്ത് പറിച്ചു തിന്നപ്പോൾ അവർ ശബത്ത് ലംഘിക്കുകയല്ല ചെയ്യുന്നത്, അവർ ശബത്ത് പാലിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരാണ്. പുരോഹിതന്മാർക്ക് ശബത്ത് നാളിൽ ആലയത്തിൽ ബ്രെഡ് വരെ കഴിക്കാം. കർത്താവ് അവർക്ക് വേണ്ടി നിന്ന് പരീശന്മാരോട് ശാസ്ത്രന്മാരും വാദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ദാവീദ് ദൈവാലയത്തിൽ ചെന്നിട്ട്, രാജാവായ ദാവീദ് ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കാനുള്ള ബ്രെഡ് കഴിച്ചു. എന്നിട്ടും അതിൽ ദൈവം കുറ്റം കണ്ടില്ല. കാരണം അവൻ്റെ അവസ്ഥ അതായിരുന്നു. അത്രയും മനുഷ്യരെ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് ഈ ദൈവം. നിങ്ങളുടെ പുരോഹിതന്മാരൊക്കെ ശബത്ത് നാളിൽ ദൈവത്തിന് മുമ്പിൽ കാഴ്ചവെച്ച ബ്രെഡ് കഴിക്കുന്നു, ഒരു കുറ്റം അവർക്ക് വരുന്നില്ല. ഈ പാവപ്പെട്ടവർ ഹംഗ്രി ആയിട്ട് ദൈവത്തിൻ്റെ മെസ്സിയായ കൂടെ ദൈവത്തിൻ്റെ കൂടെ അവർ നടക്കുകയാണ്, ദൈവത്തിൻ്റെ പുരോഹിതന്മാരായിട്ട്. അങ്ങനെയുള്ള ആ വ്യക്തികൾ കുറച്ച് ഗ്രെയിന് പറിച്ച് തിന്നു. അതിനെ നിങ്ങൾ എന്തിനോടാണ് കമ്പയർ ചെയ്യുന്നത്? അൺഫെയർ കമ്പാരിസണാണ് നിങ്ങളുടേത്. അതിനെ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് ഒരു പാടം മുഴുവൻ കൊയ്തത് മാതിരിയാണ് നിങ്ങൾ അതിനെ കണക്കാക്കുന്നത്. ഇവർ പാടം കൊയ്യൊന്നും ചെയ്തിട്ടില്ല. അവരെന്താ ചെയ്തത്? ശബത്തിന് കൊയ്യാൻ പാടില്ല അത്രേ. ആ നിയമം വെച്ചിട്ടാണ് ഇവരെ വിധിക്കുന്നത്. എങ്ങനെയുണ്ട്? കർത്താവ് പറഞ്ഞു, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തെറ്റിപ്പോയി. നിങ്ങൾ ഈ സ്വസ്ഥത എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുമില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും പോകുന്നില്ല. സ്വസ്ഥത മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിങ്ങൾ പോകുന്നില്ല. ആ ന്യായപ്രമാണത്തിൻ്റെ പ്രധാനപ്പെട്ട ആ കൽപ്പനയെ തന്നെ നിങ്ങൾ അസഹനീയമാക്കി തീർത്തു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനയുടെ ശരിയായ ഭാരം മാത്രമേ ഞാൻ നിങ്ങളുടെ മേലെ ചുമത്തുള്ളൂ. ഇവർ നിങ്ങൾക്ക് ആ പ്രമാണത്തിൻ്റെ കൽപ്പനകളെ വലിച്ചു നീട്ടി അതിന് തെറ്റായ കുറേ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ശരിയായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന വ്യാഖ്യാനങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് തരുള്ളൂ. അത്ര മാത്രമേ ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അന്യജാതിക്കാർക്ക് ദൈവം കൊടുത്ത സ്പേസും കൂടെ കയ്യേറി അതിനകത്ത് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുക. കർത്താവ് ആ സ്പേസിൽ നിന്ന് ഇവരെല്ലാം പുറത്താക്കിയിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ന്യായപ്രമാണം ശരിയായ രീതി മനസ്സിലാക്കി കൊടുത്തില്ല, ശരിയായ രീതി അനുസരിപ്പിച്ചതുമില്ല. ദയ, വിശ്വസ്തത, സ്നേഹം, ആർദ്രത, ഇതുപോലെയുള്ള ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് കൽപ്പനകളുണ്ട്. നിന്റെ സഹോദരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. സ്നേഹിച്ച് ഈ വചനത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന വ്യഭിചാരിണിയെയും ആ ചുങ്കക്കാരനെയൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരേണ്ട ആൾക്കാരാണ് നിങ്ങൾ. ന്യായപ്രമാണം പഠിച്ച നിങ്ങൾ. അവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ നല്ല സമരക്കാരൻ്റെ ഉപമ വരെ കർത്താവ് ഉപയോഗിച്ചു. അതിനെക്കുറിച്ച് ഞാൻ ഒരു പ്രസംഗം ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കേൾക്കണം.
അതിനെക്കുറിച്ച് പേപ്പറും ഞാൻ എഴുതിയിട്ടുണ്ട്. അക്കാഡമിയയിൽ നിങ്ങൾക്ക് പോയാൽ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കർത്താവ് ആ ഉപമ തന്നെ ഉപയോഗിച്ചത് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ്. കർത്താവ് കരുണയുള്ള ദൈവമാണ്. ഈ ചുങ്കക്കാരെയൊക്കെ അവരുടെ പുറകെ പോയി അവർക്ക് വചനം ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുത്ത് അവരെ നേടേണ്ടവരാണ് ഈ ന്യായശാസ്ത്രിമാർ, അല്ലാതെ അവരെ വിധിച്ച് അവരെ പുറത്താക്കേണ്ടവരല്ല. കാരണം അവർക്കും അറിയാലോ, ദൈവത്തെ ഏറ്റവും സ്നേഹിക്കണം, നിന്നെ പോലെ അയൽക്കാരനെ സ്നേഹിക്കണം. നിന്റെ അയൽക്കാരനാരാ? നീ ഈ വിധിച്ച് പുറത്താക്കുന്ന ആ ചുങ്കക്കാരനും ആ വ്യഭിചാരിണിയാണ് നിന്റെ അയൽക്കാരൻ. അവർ യഹൂദ പശ്ചാത്തലത്തിൽ ജനിച്ചു, പക്ഷെ പിശാച് അവരെ കൊണ്ടുപോയി അടിച്ചു, നശിപ്പിച്ചു. അവരങ്ങനെ തകർന്നിരിക്കുന്ന സമയത്ത് അവരെ വിധിക്കുകയാണ് നീ. അവരുടെ ഭാഗത്തേക്ക് നീ പോകുന്നില്ല, അവരെ തൊടാൻ പോലും നിനക്ക് മനസ്സില്ല, അവരെ പുറത്താക്കണം നീ. ആ നല്ല ശമരിക്കാരൻ്റെ ഉപമയിൽ പറഞ്ഞിരിക്കുന്ന ആ പുരോഹിതനെ പോലെ നീ അശുദ്ധനാകുമെന്ന് നീ പേടിക്കുകയാണ്. പക്ഷെ നീ ചെയ്യേണ്ടിയിരുന്നത് ശമരിക്കാരൻ വന്ന് ചെയ്യാണ്. നീ ചെയ്യേണ്ടിയിരുന്നത് ഫോറിനേഴ്സാണ് വന്ന് ചെയ്യുന്നത്. നീ ഒരിക്കലും ദൈവാലയത്തിൽ അടുപ്പിക്കാത്ത, ദൈവത്തോട് അടുപ്പിക്കാത്ത, ദൈവവുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിത്യജീവൻ ഇവരെ അവകാശമാക്കാൻ പറ്റില്ല, ഇവരൊരിക്കലും വരാനിരിക്കുന്ന രാജ്യത്തിൽ ഉണ്ടാവുകയില്ല, ദൈവരാജ്യത്തിലുള്ളവരല്ല എന്ന് നീ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ആ ശമരിക്കാരനാണ് നീ ചെയ്യേണ്ട ആർദ്രതയുടെയും കരുണയുടെയും പ്രവൃത്തി ചെയ്യുന്നത്. അവർക്ക് കുത്തുകൊള്ളാൻ വേണ്ടിയ കർത്താവ് ആ കൽപ്പന, ആ ഉപമ ഉപയോഗിച്ചത്. കർത്താവ് പറയാണ്, ഈ ചുങ്കക്കാർക്കും വ്യഭിചാരികൾക്കും വചനം വിളമ്പി കൊടുക്കേണ്ട ആളുകളാണ് നിങ്ങൾ. ഇവരെ തിരിച്ചു കൊണ്ടുവരുന്ന ആളുകളാണ്. അത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് ചെയ്യാൻ തയ്യാറില്ല. ഇവരുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കി ഇവരുടെ വൂൺസ് കെട്ടി ഇവരെ തിരിച്ചു കൊണ്ടുവരുന്ന ആൾക്കാർ നിങ്ങൾ അവരെ വിധിച്ച് പുറത്താക്കുകയാണ്. അവരെ പുറത്താക്കിയെന്ന് മാത്രമല്ല, അന്യജാതിക്കാർക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലത്തെയും കയ്യേറി അതിനെ നശിപ്പിച്ചു. കർത്താവിന് ദേഷ്യം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ദേഷ്യമാണ്. കർത്താവ് ശരിക്കും പറഞ്ഞാൽ ആ ശുദ്ധീകരണം ഒരു ശുദ്ധീകരണമല്ല. കർത്താവ് ഒരു രീതി പറഞ്ഞാൽ അവരെ ത്യജിച്ചു എന്ന് കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. തിരിച്ച് കർത്താവ് വരുന്ന സമയത്ത് ആ അത്തിവൃക്ഷം മുഴുവനായും നശിച്ചുപോയി. അപ്പോൾ ശിഷ്യന്മാരിൽ എപ്പോഴും ഉറക്കം തൂങ്ങിയവനായിട്ടും ഒരിക്കലും ഒന്നും കാര്യം മനസ്സിലാക്കാൻ കഴിയാത്തവനുമായിട്ട് മർക്കോസ് വീണ്ടും വീണ്ടും കാണിക്കുന്ന പത്രോസ് കർത്താവിനോട് പറയാം, നീ ശപിച്ച അത്തിവൃക്ഷം കണ്ടില്ലേ, അത് മുഴുവനായും നശിച്ചുപോയി. അവന് വരെ മനസ്സിലായി. എന്ന് വെച്ചാൽ ഉറക്കം തൂങ്ങിയിരുന്ന് വചനത്തിൻ്റെ വെളിപ്പാട് ശരിയായ രീതിയിൽ ഗ്രഹിക്കാൻ കഴിയാതിരുന്ന് അവൻ്റെ വായിൽ കൂടിയാണ് ദൈവം ഇത് സംസാരിപ്പിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അവന് വരെ മനസ്സിലായി, ഈ അത്തിവൃക്ഷം ദ്രവിച്ചു പോയത് മാതിരി യഹൂദന്മാരുടെ ആലയം നശിച്ചു പോകും. അതിന് ഫലമുള്ളതായിട്ടുള്ള എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ വളരെ വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുന്ന ആൾക്കാരാണെന്നാണ് ഈ പരീശന്മാരൊക്കെ പറയുന്നത്. വെള്ളയൊക്കെ എടുത്തിട്ട് വലിയ ബൈബിളൊക്കെ കയ്യിൽ വെച്ചിട്ട് നല്ല ദീർഘമായ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ട് കറക്റ്റായിട്ട് എല്ലാ കാര്യത്തിലും പതാരം കൊടുത്തിട്ട് ദശാംശം കൊടുത്തിട്ട് വളരെയധികം നീതിമാന്മാരെന്ന് നടിച്ച് ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികളും എല്ലാവരുടെ മുമ്പിലും ഘോഷിച്ച് നല്ല ഒരു പദവിയിൽ ഇരിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ ദയയില്ല, കരുണയില്ല, ആർദ്രതയില്ല, വിശ്വസ്തതയില്ല, ദൈവസ്നേഹമില്ല. ദൈവത്തിൻ്റെ വചനം ശരിക്കും മനസ്സിലാക്കാനും പറ്റിയില്ല, വെളിപ്പെടുത്തി കൊടുക്കാനും പറ്റിയില്ല. തെറ്റിപ്പോയവരെ തേടി അവരെ തിരിച്ചു കൊണ്ടുവരാനും പറ്റിയില്ല. ഇതിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരെ തടസ്സപ്പെടുത്താൻ വേണ്ടി വാണിജ്യ കേന്ദ്രമാക്കി ദൈവാലയത്തെ മാറ്റുകയും ചെയ്തു. ഒരു ശുശ്രൂഷ ഒട്ടുമില്ല. രോഗശാന്തി വരണ്ടോ? രോഗം സൗഖ്യമാക്കാൻ കഴിയോ? ഇല്ല. മരിച്ചവനെ ഉയർപ്പിക്കാൻ കഴിയോ? ഇല്ല. പാപങ്ങൾ ക്ഷമിക്കാൻ കഴിയോ? ഇല്ല. ഒന്നും ചെയ്യാനുള്ള കഴിവില്ല, ആത്മീയമായിട്ടുമില്ല. അങ്ങനെയുള്ള പുറമേ നോക്കുമ്പോൾ നല്ല ഇലയാണ്, നല്ല വൃക്ഷമാണ്, പച്ച, പക്ഷേ അകമേ മുഴുവനും നശിച്ചിരിക്കുന്നു, ഒരു ഫലമില്ല. അങ്ങനെ ആയിരിക്കുന്ന ആ അതിവൃക്ഷം തെറിച്ചുപോയി. അതേമാതിരി ഈ യഹൂദന്മാരുടെ ആലയത്തെ ദൈവം ശിക്ഷിക്കും എന്നാണ് കർത്താവ് പറയുന്നത്. അത് പിന്നീട് സംഭവിക്കും. നമുക്കറിയാം, കർത്താവ് യേശുക്രിസ്തുവിനെ അവർ ക്രൂശിച്ച് കൊന്നതിൻ്റെ 40 വർഷം കഴിഞ്ഞപ്പോൾ ഈ ആലയം മുഴുവനായും തകർക്കപ്പെട്ടു, നശിച്ചു. റോമക്കാർ വന്ന് ആ സ്ഥലത്തെ കീഴടക്കി അവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ ചിതറിപ്പിച്ചു. പക്ഷെ ദൈവം വേറൊരു ആലയം അവിടെ സൈമൾട്ടേനിയസ് ആയിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. അതിനെ നശിപ്പിക്കാനോ അതിനെ തൊടാനോ യഹൂദന്മാർക്കോ റോമക്കാർക്കോ കഴിഞ്ഞില്ല. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശരീരമാണ്. കർത്താവിൻ്റെ ഭൗതിക ശരീരം ദൈവാലയം പോലെയാണ്. ദൈവ പരിശുദ്ധാത്മാവ് സ്വർഗവും ഭൂമിയും ഒരുമിച്ച് വസിക്കുന്ന ഒരു ആലയമാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ, ദൈവത്തിൻ്റെ ആലയം, അതാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു ദൈവാലയം അന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. അവസാനം അവനെ അവർ ക്രൂശിച്ചു. ക്രൂശിൽ മരിക്കുമ്പോഴും അവൻ ദൈവാലയമാണ്.
അടക്കപ്പെടുമ്പോഴും അവൻ ദൈവാലയമാണ്. മൂന്നാമത്തെ ദിവസം പരിശുദ്ധാത്മാവിനാൽ ദൈവം അവനെ ഉയർപ്പിച്ചു. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു ദൈവാലയത്തിൻ്റെ സമൃദ്ധിയാണ്, ദൈവാലയമാണ്. ആ ദൈവാലയം ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ, ദൈവത്തിൻ്റെ ജീവനാൽ, ദൈവത്തിൻ്റെ സ്നേഹത്താൽ മുഴുവൻ പ്രപഞ്ചത്തെയും നിറച്ചുകൊണ്ട് പിതാവിൻ്റെ വലതുഭാഗത്ത് ചെന്ന് ഇരിക്കുകയാണ്. അവൻ അവിടെയും ദൈവാലയമാണ്. ആ ദൈവാലയം അവിടെ നിന്ന് പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. അത് അയക്കുന്നത് യഹൂദന്മാരുടെ നശിച്ചു പോയ ദൈവം വിധിച്ച ആ ആലയത്തിലേക്കല്ല, അതിന് കുറച്ചപ്പുറത്ത് മർക്കോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിന് മുകളിലത്തെ മുറിയിൽ കുറേ ആളുകൾ ഇരുന്നിട്ട് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ആ ഭവനത്തിൽ 120 പേര് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ, യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിച്ച ആ വ്യക്തികൾ അവിടെ ഇരുന്ന് പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അവർ ഭയപ്പെട്ടായിരിക്കുന്നത്. അങ്ങ് അവരുടെ നടുവിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കും. ഇതുവരെയും ഭയപ്പെട്ടിട്ട് യേശു ഉയർത്തെഴുന്നേറ്റെന്നോ യേശുവിനെ പറ്റി ഒരു വാക്ക് പോലും പറയാൻ യഹൂദന്മാരുള്ള ബന്ധത്തിൽ മടിച്ച് പേടിച്ച് ഇരുന്ന ആ വ്യക്തികൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ദൈവം വാഗ്ദത്തം ചെയ്ത കാര്യം ദൈവം നിവർത്തിച്ചിരിക്കുന്നു. ആ വാഗ്ദത്തം യേശു ക്രിസ്തു കൊടുത്ത വാഗ്ദത്തം മാത്രമല്ല, നേരത്തെ മുതലുള്ള വാഗ്ദത്തമാണത്. ദൈവം പറഞ്ഞില്ലേ എസ്കേൽ പ്രവാചകനോട്, ഈ ആലയത്തിനകത്തുനിന്ന് ദൈവസാന്നിധ്യം വിട്ടുപോയി, ഈ ദൈവസാന്നിധ്യം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളുടെ കൂടെയാണ്, ദൈവത്തിൻ്റെ മക്കൾ പ്രവാസത്തിലായിരിക്കും, അവരുടെ കൂടെയാണ്. കുറേ കഴിയുമ്പോൾ ഈ ദൈവസാന്നിധ്യം തിരിച്ച് ആലയത്തിലേക്ക് വരും. അത് വരുമ്പോൾ ഒരു വലിയ നദിക്ക് സമമായിരിക്കും. പെന്തിക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. മുട്ടോളമല്ലാരയോളം പോരാ വലിയൊരു ജീവനദിയൊഴുകാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത നീരുറവായിരുന്നു തുറക്കനാഥ. ആ നീരുറവയാണ് എസ്കേല് വിശേഷിപ്പിച്ച നീരുറവ. ദൈവാലയം നദി പോലെ വെള്ളം കൊണ്ട് നിറയുന്നു. ആ നദി ദൈവാലയത്തെ മുഴുവനായി നിറച്ച് അതിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ജാതികളുടെ ഇടമാണ് ഈ പുറത്തേക്കുള്ള ഇടം. അതിലേറ്റവും മലിനമായി കിടക്കുന്ന ഇടമാണ് ഡെഡ് സീ. ഒരു ജീവനും ഇല്ലാത്ത, ഒരു അനുഗ്രഹവും ഇല്ലാത്ത ശപിക്കപ്പെട്ട സ്ഥലമാണ് ആ ചാവുകടൽ. അതിനകത്ത് പോലും ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് ഒഴുകുന്ന നദി വ്യാപരിച്ചിട്ട് അതിനകത്തും ജീവികൾ വരികയാണ്, ജീവൻ വരികയാണ്. ആ വെള്ളം പോലും ശുദ്ധീകരിക്കപ്പെടുന്നു, അനുഗ്രഹിക്കപ്പെടുന്നു. അതിന് ചുറ്റുമുള്ള വൃക്ഷങ്ങളെല്ലാം ഫലം കായ്ക്കുന്നു, നല്ല ഫലം കായ്ക്കുന്നു. അന്യജാതിക്കാരെയാണത് കാണിക്കുന്നത്. ദൈവത്തിൻ്റെ ആലയത്തിനകത്ത്, ഏറ്റവും അകത്തുള്ള വിശുദ്ധ സ്ഥലം മുതൽ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അകത്തു നിന്ന് വലിയൊരു നദി. അപ്പോൾ എസ്കേൽ കാണുമ്പോൾ ആദ്യം അത് മുട്ടോളമേ ഉള്ളൂ, അരയാണിയുള്ളൂ. പിന്നെ അത് കുറച്ചും കൂടെ ഹൈറ്റിലേക്ക് വന്നു, അരയോളമായി. പിന്നെ അത് ചെസ്റ്റിൻ്റെ ലെവലിലേക്ക് വന്നു. പിന്നെ അതിങ്ങനെ നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത രീതിയിൽ ആ ജലം, ദൈവത്തിൻ്റെ വിശുദ്ധ ജലം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആലയത്തിൽ നിറച്ചിട്ട് കവിഞ്ഞ് ഒഴുകുകയാണ്. ഈ ഒരു സംഗതി എഹെസ്കേൽ പ്രവചിച്ചു. ഇതേ സംഗതി കർത്താവായ യേശു ക്രിസ്തു എടുത്ത് പ്രസംഗിച്ചു. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറഞ്ഞ പ്രകാരം ജീവജലത്തിന് നദികൾ ഒഴുകും. അവനിൽ വിശ്വസിക്കാനുള്ളവർക്ക് നൽകാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്ര പറഞ്ഞതെന്ന് യോഹന്നാൻ 7:37-38 യോഹന്നാൻ പറയുകയാണ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ ഇവരുടെ അടുക്കലേക്ക് ദൈവം അയച്ചപ്പോൾ ദൈവമായിട്ടുള്ള ഉടമ്പടി നിരപ്പായി. വീണ്ടും പുതിയ ഒരു ഉടമ്പടി ദൈവം ഇവരുമായിട്ട് ചെയ്യുകയാണ്. പക്ഷേ യഹൂദന്മാരുടെ ആലയത്തിലല്ല ഇത് വരുന്നത്. ഇത് യഹൂദന്മാർ തന്നെയാണ്, പക്ഷേ ഇത് വേറൊരു സ്ഥലത്ത് കൂടിയിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന, യേശു ക്രിസ്തുവിനെ മെസ്സിയായിട്ട് മനസ്സിലാക്കിയ യഹൂദന്മാരുടെ കൂട്ടത്തിലാണ് ആ ദൈവാലയം അവിടെ സ്ഥാപിക്കപ്പെട്ടു. അന്ന് മുതൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ സഭയാണ് ദൈവത്തിൻ്റെ ആലയം, ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ ആലയം. അതിൽ അപ്പോസ്തലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്. അപ്പോസ്തലന്മാർ നമുക്കറിയാം, പത്രോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 11 പേരും, പിന്നീട് പൗലോസും. പിന്നെ പ്രവാചകന്മാരുണ്ട്, അഗബോസിനെ പോലുള്ള പ്രവാചകന്മാരുണ്ട്. ഈ അടിസ്ഥാനത്തിന്മേൽ, അവരുടെ ഉപദേശം എന്ന അടിസ്ഥാനത്തിന്മേൽ ദൈവം ഇതിനെ പണിതിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവാണ് ഇതിൻ്റെ മൂലക്കല്ല്. പിന്നെ ഈ ആലയത്തിനകത്ത് പല ആളുകളും മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട്. എല്ലാ യഹൂദന്മാരാണ് ആദ്യം. പത്രോസ് ദൈവത്തോടുള്ള നന്ദി കൊണ്ട് നിറഞ്ഞാണ് ആ പ്രസംഗം പ്രസംഗിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവം ആലയത്തിലേക്ക്
ദൈവത്തിൻ്റെ സാന്നിധ്യം അയക്കുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തില്ലയോ? 400 വർഷങ്ങൾ നമ്മൾ കാത്തിരുന്നില്ലയോ? ആ സംഭവം ഇന്ന് നടന്നിരിക്കുകയാണ്. യോവേൽ പ്രവാചകൻ മുഖാന്തരം കർത്താവ് പറഞ്ഞ കാര്യം, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും എന്ന് പറയുന്ന ആ സംഗതി ഇന്ന് ഇവിടെ നമ്മുടെ നടുവിൽ സംഭവിച്ചിരിക്കുകയാണ്. യഹൂദന്മാരുടെ ആലയത്തിലായിരുന്നു നടക്കേണ്ടിയിരുന്നത്. പക്ഷെ